ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ധനഭാവത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ജൂപ്പിറ്റർ എനർജി, ഇതിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് റീഡിങ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു വേദിക് ആസ്ട്രോ ടാരോ മിക്സ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ് എനർജി ആൻഡ് ലവേഴ്സ് എനർജി, ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമ്പർ 1 ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. സോ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ജൂപ്പിറ്റർ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾ കൂടുതൽ ദിഗ്ബലം, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ട്, വളരെ അറിവും വിവേകമുള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഏത് പൊസിഷനിൽ, ഇപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആണെങ്കിലും ഇല്ലെങ്കിലും, സക്സസ്ഫുൾ എന്നിവിടെ പറയുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആണോ എന്നുള്ളതല്ല, അതായത് മറ്റുള്ളവർ നിങ്ങളെ സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കിക്കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ നോക്കിക്കാണലിൻ്റെ ബന്ധത്തിൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സ്ഥാനത്താണ് ഗുരുവിൻ്റെ സ്ഥാനം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് ഹെൽത്ത്, വെൽത്ത്, ലോങ് ലൈഫാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലർക്കും ജീവിതത്തിലൊരു പോപ്പുലാരിറ്റി, ഒരു ഫെയിം, അതായത് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതിനുള്ള എഫേർട്ട് നിങ്ങളിട്ടാൽ, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എഫേർട്ട് എടുത്താൽ ആർക്കും എന്താവാം എന്നുള്ളത്. അങ്ങനെയില്ല. നിങ്ങളുടെ ജാതകത്തിൽ അതിന് യോഗം ഉണ്ടായിരിക്കണം. അത് രണ്ടാമത് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കും. ഇപ്പോൾ പലരും ജാതകത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടോ, ഒന്നും നടന്നില്ല എന്ന് പറയുന്നവരോട് അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള യോഗമുണ്ട് എന്നാണ് ഇതിനർത്ഥം. അതിന് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലാതെ നിങ്ങളിലേക്ക് അത് എത്തും എന്നുള്ളതല്ല. അത് വളരെ സാമാന്യമായിട്ടുള്ളൊരു ലോജിക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജാതകത്തിൽ മാത്രം ഇങ്ങനെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ആകാശത്ത് നിങ്ങളൊരു ടീച്ചറാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണം അതിന് വേണ്ടിയിട്ടെങ്കിൽ മാത്രമേ ടീച്ചർ ആവുള്ളൂ. നിങ്ങൾ വെറുതെ ഇരുന്നു എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതാവില്ല. ഇവിടുത്തെ എനർജി നിങ്ങൾ വളരെ അറിവ് നേടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ടീച്ചറാവും, ഒരു റിസർച്ചർ, ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഡോക്ടർ, ആ ഒരു രീതിയിലേക്കും ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ബിസിനസ് പഠിത്തത്തിൽ മുന്നേറുന്നുണ്ട്, ജ്ഞാനം നേടുന്നുണ്ട്. അതായത് സോ കോൾഡ് ഗ്രേഡ് സിസ്റ്റം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ചിട്ട് ഇത്രയും ഡിഗ്രി ഉണ്ടെന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ജ്ഞാനം നേടുന്ന ഒരു എനർജിയുണ്ട്. എന്തായാലും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി. അതേപോലെ സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം, കുട്ടികൾ, ആ ഒരു എനർജി ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹൗസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതം മൊത്തത്തിൽ ഒരു സന്തോഷം നിറഞ്ഞ സാഹചര്യം. നെക്സ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ചാരിയറ്റ് എനർജി ആണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. 7th ഹൗസ് വേദിക് അസ്ട്രോളജിയിൽ മെയിൻലി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ആണെങ്കിൽ കൂട്ടായ്മ, പാർട്ട്ണർഷിപ്പിലൊക്കെ ചില ആളുകൾ ബിസിനസ് ചെയ്താൽ അവർക്ക് ഒരിക്കലും പാർട്ട്ണർഷിപ്പ് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കൂട്ടായ്മയുടെ വിജയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ എന്ന് വെച്ചിട്ട് വേണ്ട കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മെച്യൂറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ കുടുംബമാണെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പിലായിട്ട് നിങ്ങൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരേജ് സിറ്റുവേഷൻ അപ്പോൾ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സോഷ്യൽ സ്റ്റാൻഡിങ്, നല്ല രീതിയിലും സൊസൈറ്റിക്ക് മുമ്പിൽ നല്ലൊരു നിലനിൽപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, പല കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിങ്ങനെ ആകണം എന്നുള്ളത്. ഒക്കെ ഒരു ദൂഷ്യവശം കൂടി പറയുകയാണെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. ചില സാഹചര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല.
അപ്പോൾ ആ പെർഫെക്റ്റ് അല്ലാതെയും നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം അതിനൊരു സൈഡ് കൂടി ഇതാണ്, പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം. അത് എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് സൈഡ് എന്നോടൊപ്പം ഒരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. കൂടുതൽ നിങ്ങൾ ലോയിൽ ഇൻട്രസ്റ്റഡ്, ഫിലോസഫി, ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യരായിരിക്കുന്ന, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ താല്പര്യരായിരിക്കും. ചാരിറ്റിയിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ വളരെ ബാലൻസ്ഡ് ആണ്. അതാണ് നേരത്തെ പറഞ്ഞ പാർട്ട്ണർഷിപ്പ്. എന്തിലും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്കറിയാം. ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലവേഴ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഒരു ജീവിതത്തിൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുക, ഒരു മദർലി ഫീലിംഗ് നിങ്ങളിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു നർച്ചറിങ്, ഒരു ഡീപ്പ് ബോണ്ട്. എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യത്തിനും ഒരു കണക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളോടൊപ്പം വരുന്ന ഏതൊരാളിലും അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഗൈഡൻസ്, ഒരു മദർലി ഫീലിംഗ് കൊടുക്കാം. അതായത് മമത, സ്നേഹം, കാരുണ്യം ഇതൊക്കെ ഒത്തിരി നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് പുരുഷന്മാരാണെങ്കിൽ ഒരു ഫാദർലി എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു മമതയും സ്നേഹവും കാരുണ്യം എല്ലാത്തിനോടും കണക്ട് ചെയ്യുന്ന കൂടെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഓരോരുത്തർക്കും നിങ്ങളൊരു സ്ഥാനം, ഇപ്പോൾ ആ ഒരു സ്ഥാനം നൽകിയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം. നിങ്ങളൊരു ഗൈഡായിരിക്കും എപ്പോഴും മറ്റുള്ളവർക്ക്, ഒരു കൗൺസിലർ ആയിരിക്കും. ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാം, കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ അതായത് മെറ്റീരിയൽ കംഫർട്ട്, അതായത് നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയോ സമ്പത്തോ അല്ലെങ്കിൽ പൈസയ്ക്ക് അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനം, ആ വ്യക്തിയുടെ അതായത് ഒരു ജോലിയിൽ ഏത് സ്ഥാനത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആണോ, സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, ഇങ്ങനെ നോക്കി ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ കാണുന്നില്ല. മറിച്ച് നിങ്ങൾ ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു വേണ്ടുന്നൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നുള്ള കാര്യത്തിൽ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ കർമ്മ വളരെ സ്ട്രോങ് ആണ്. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പ്രവൃത്തിയും അതേപോലെ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മെറ്റീരിയൽ കംഫേർട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ പുറകെ പായുന്നില്ല, പക്ഷെ അത് നിങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതാണ്. അതായത് സാമ്പത്തികവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ലക്ഷറി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ ഇന്നർ പീസ്, മനസ്സമാധാനം. കാരണം നല്ല രീതിയിൽ സാമ്പത്തികവും സ്വത്തും കാര്യങ്ങളും അതോടൊപ്പം മനസ്സമാധാനം ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പോസിറ്റീവ് ഇമോഷണൽ ഫൗണ്ടേഷൻ, ഒരു ഇന്നർ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കരിയറിലും മികവുണ്ടാകുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഗൈഡ്, കൗൺസിലിംഗ് കൊടുക്കുന്ന തരത്തിലൊക്കെയുള്ള ജോലികളും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉയർച്ചയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് മെയിനായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഓവർ വെയ്റ്റാണ്. കാരണം ഇച്ചിരി മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അതൊഴിച്ചാൽ ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.